ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ രാത്രി ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ കാവയൊക്കെ കുടിച്ച് റൂമിലേക്ക് പോന്നു. ഇന്ത്യയാണ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്ന് നമ്മളിപ്പോൾ പിറ്റേ രാവിലെ ആയി, ശനിയാഴ്ച. അപ്പം നമ്മൾ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഇവിടെ 7 മണിയായി. 7 മണിയായപ്പോൾ തന്നെ നല്ല വെട്ടമായി കേട്ടോ. ഇവിടെ 6-6:30 എത്ര മണിക്ക് ഇവിടെ സൺറൈസ് എന്നറിയത്തില്ല, വളരെ ഏർലി ആണെന്ന് തോന്നുന്നു. നമ്മൾ 6:30 എഴുന്നേറ്റപ്പോഴും നല്ല വെട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. 7 to 10 മണി വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. നമ്മൾ ഒന്ന് നടക്കാമെന്ന് വിചാരിക്കണം. ഇവിടെ ഒരു ഇന്നലെ പറഞ്ഞ പോലെ 47-48 ഏക്കറിലാണ് ഇതുള്ളത്. അപ്പം നമുക്ക് കുറച്ച് നടക്കാം. പിന്നെ ഇവിടെ ജിമ്മൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് ജിമ്മിലൊക്കെ പോവാം. അപ്പോൾ അങ്ങനെ ഇവിടെ കരിക്കിൻ്റെ ഒരു പരിപാടി ഇല്ല കേട്ടോ. ഇത്രയും തെങ്ങുണ്ടായിട്ടും കോക്കനട്ട് വാട്ടറോ അങ്ങനെയൊന്നും ഇല്ല. ഇതാണ് ഇവിടെ നമ്മുടെ പോലത്തെ റിസോർട്ടുകളാണ് ഇവിടെ. ഇവിടുത്തെ വീടിൻ്റെ പേര് ബൂര എന്നാണ്. എല്ലായിടത്തേക്കും ഇവരിങ്ങനെ ഒരു പാത ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ വർഷത്തേക്ക് ഒന്നും വന്നില്ല, പക്ഷേ ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ ഇവിടെ, ഇഷ്ടംപോലെ. കിളികളുടെ കളകളാരൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? തെങ്ങൊക്കെ കണ്ട. ന്യൂസിലൻഡിൽ നിന്ന് ആകെ 3 മണിക്കൂർ വ്യത്യാസമുള്ളൂ, പക്ഷെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റും എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ആണ് കേട്ടോ. അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് ഇവിടെ. പാതെല്ലാം കഴിഞ്ഞു. പിന്നെ ഇവിടെ വൈൽഡ് ആനിമൽസ് ഒന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. ചിക്കൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നടക്കാനൊക്കെ സേഫാണ്. അതേ നടന്ന് നമ്മളിവിടെ എത്തിയിട്ടോ. അവിടെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഓഷ്യൻ ഇവിടെ വന്ന് വേണമെങ്കിൽ കുടിക്കാം കേട്ടോ. ഇവിടെ ആരുമില്ല, ഇവിടെ അധികം ആൾക്കാർ കാണില്ല. തിര വന്നു തുടങ്ങി. അതാണ് പുള്ളിക്കാരി പറഞ്ഞ ഈ സൈഡ് റോക്കിയാന്ന് പറഞ്ഞില്ലേ, അത് ഈ സൈഡായിരിക്കും. പസഫിക് ഓഷ്യൻ കിടക്കുന്ന കണ്ടോ നിങ്ങൾ? അവിടെ കണ്ടോ? അത് ഇതുപോലുള്ള വേറൊരു ഐലൻഡാണത്. ഇതത് കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല, ആ സെൻറ്ററിൽ കാണുന്നത്. ഇവിടെയൊക്കെ ഹൈറ്റ് ആയിട്ടുള്ള വെള്ളം കയറുന്നതാണ്. ഇതൊക്കെ ഉണ്ട്, മൊത്തം റോക്ക. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. എനിക്ക് നീന്തലൊന്നും അറിയില്ല കേട്ടോ, പക്ഷേ ഞാൻ ജസ്റ്റ് ബീച്ചിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് അവിടെ തന്നെ ഞാൻ താഴെ ഇരുന്നു കുറച്ച് നേരം ബീച്ചിലൊക്കെ കളിച്ചു. നല്ല തണുപ്പായിരുന്നു കേട്ടോ വെള്ളത്തിന്, അതുകൊണ്ട് നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറച്ചങ്ങ് ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് സ്റ്റാർ ഫിഷിനെ കാണാൻ പറ്റി. അതൊരു റോക്കിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുമായിരുന്നു, ഒരു വയലറ്റ് കളർ. ഞാൻ ഇതുവരെ സ്റ്റാർ ഫിഷിനെ ശരിക്കും നേരിട്ട് കണ്ടിട്ടില്ല, അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹലോ, അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, നടക്കാൻ പോയി. പിന്നെ
ഞങ്ങൾ റൂമിൽ വന്ന് കുറേ നേരം ചില്ല് ചെയ്തു. വേറെ വ്യൂ ഒക്കെ കണ്ടിട്ട് വ്യൂ കാണാമെന്ന് വിചാരിക്കണം നിങ്ങൾക്ക് നമ്മുടെ ഇതിൽ നിന്ന്. ഇനിയിപ്പോൾ നമ്മൾ ലഞ്ച് നോക്കാൻ പോവാണ്. ലഞ്ച് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അറിയില്ല, ഇവിടെ സെറ്റ് മെനു ആണ് എപ്പോഴും ഉള്ളത്. പിന്നെ ഭയങ്കര എക്സ്പെൻസീവുമാണ്, എന്നാൽ വലിയ ടേസ്റ്റും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അറിയില്ല എന്താണ്. പിന്നെ ഷെഫ് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കാം. അപ്പം ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഞങ്ങൾക്ക് വെള്ളമൊക്കെ എടുക്കാൻ പോകണം. നമ്മുടെ റൂമിൽ വെള്ളമൊക്കെ തീർന്നു. അപ്പം അതെല്ലാം എടുക്കാൻ എന്തായാലും പോകണം. അപ്പോൾ നമുക്ക് ലഞ്ച് മെനു നോക്കാം കേട്ടോ. ഇതാണ് നമ്മൾ കഴിച്ചത്. ഇതുപോലത്തെ 2 കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ $23 ഇതിന് പറഞ്ഞത് തന്നത്. പക്ഷെ അതിനുള്ള ഒന്നും ഇല്ല സാധനം. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. റൂമിലേക്ക് തിരിച്ച് പോവാണ്. അവിടെ പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനൊന്ന് ഷൂട്ട് ചെയ്യാതെ. ഒന്നും കാണിക്കാനില്ല. കടലും റെസ്റ്റോറൻറ്റും ബാറും അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഇവിടെ എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നുമില്ല. പിന്നെ ജിമ്മൊക്കെ ഉണ്ട്. ജിമ്മും സ്പായും ഉണ്ട്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അങ്ങനെ എൻ്റർടൈൻമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോവുകയാണിപ്പോൾ. നമ്മുടെ റൂം കടൽ ഇന്ന് നല്ല നീല കളറായിട്ടുണ്ട്. ബ്രൈറ്റ് സണ്ണി ഡേ ആയതുകൊണ്ട് കടൽ നല്ല ഭംഗിയൊക്കെ ഉണ്ടെന്ന്. ഇതിവരിവിടെ റിസോർട്ടിൽ തന്നെ വളർത്തുന്ന ആമകളാണ് കേട്ടോ. ഇതിനെ ഫീഡ് ചെയ്യാനുള്ളൊരു സെഷൻ നമുക്ക് രാവിലെ ഉണ്ടായിരുന്നു. അവർ അവിടുത്തെ ബോർഡിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയൊന്നുമില്ല. നല്ല വലിപ്പമുള്ള ആമകളാട്ടോ. ഏകദേശം ഒരു 8-10 ഉണ്ട് ഇവിടെ. Yesterday, was there? Yeah. Took there. Oh, underground oven. Potato? Sweet potato, everything. Put it inside there. Cassava, chicken, pork. Oh, this. Put it down with a spoon, and then it's red hot. Then we place everything inside. Now do more plant our flowers and we got a garden there. Some eggplants growing for asta. Oh, have a lot of chili there. Yeah, a lot of chili there. That's my favorite. Your favorite is chili? ഫ്രണ്ട് നടന്നിരുന്നെങ്കിൽ അതിനോടെല്ലാം ചോദിക്കും. Cassava. You uproot it, this one. But potato growing, this one grows to the stem. It's called the cassava. Have you seen the breadfruit? That's the breadfruit. Vegetable, you eat that? Yeah. Yes, you eat No. or not? This one is the forest. Do you eat this? No. Why? You eat it? Yeah. Oh. We eat this with papa. Papaya salad. It's But we very don't. yummy. Yeah, we don't eat this one. Why? We use this stick for that's firewood. so good. Oh. You need to eat that. Don't worry, we'll taste it one day. There's plenty here. നാട്ടിലെ തെങ്ങ് ഇവിടെ So this is where we live. I'm not bad with them. അവരുടെ സ്റ്റാഫ് അക്കോമഡേഷനാണ്. Favorite? Here. Yummy. Oh, I want to try Eat. them. All. How can it try? You climb from there. What's the history? So the history here. In the olden days, my ancestors usually come here to rest. So they come here. The huts are inside there. Okay. Some of the huts. Right. Yeah, olden houses still inside there. They brought with them everything. They come stay here for like weekends and
After that, they go back, sail across, Okay. just near. We have 2 ponds inside there. Two Two ponds. ponds, yeah. What's that? Small ponds. Ponds. One small and one big. Oh, okay. So this is where our chicken used to be. Oh, not now. Now they're all over the forest. Okay. Yeah, all inside. So, do you cook those chicken? Yes. Yes, you do. We hunt them at night. Yep. And we give them to the Chef. Yeah. So just watch your step as you walk into Thailand. That's his private island. Oh, private. Yes, he owns the island, but not the resort. He owns the island. No, you can touch that. Oh my god. You like to do anything. I like this style. ആ കാണുന്ന ഐലൻഡാണ് കേട്ടോ ഇംഗ്ലീഷ് സിനിമ കാസ്റ്റ് അവേ ഷൂട്ട് ചെയ്തത്. പിന്നെ ഈ ഗൈഡ് നമ്മളോട് പറയുമായിരുന്നു പണ്ട് അവരുടെ ആൻസിസ്റ്റേഴ്സിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ നേരെ വന്ന് കടലമ്മയോട് ചോദിക്കുമെന്ന്. അപ്പം അങ്ങനെ ബ്ലൂ വെയിലോ അതുപോലെ എന്തെങ്കിലും ഫിഷ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ വന്ന് ചോദിക്കും. പിറ്റേ ദിവസം അത് കരയ്ക്കടിയുമെന്ന്. എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ അവൻ അങ്ങനെയാണ് പറഞ്ഞത്. Are you getting shark sighting here? Shark sighting. Yeah. This is where the best place to see the shark. The back of the island. At the front you won't see any sharks. Maybe one, sometimes. First prize. We have a free seat for our എല്ലാവരും ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ചെറിയ ക്രാബുകളുടെ ഒരു ലേലം വിളി പോലെ നടത്തിയായിരുന്നു. വലിയ വിലയൊന്നുമില്ല, $5-6. അപ്പോൾ കുറേ പേരൊക്കെ അവരെ വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ റേസാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. ഈ റേസിൽ ജയിക്കുന്ന ക്രാബുകളുടെ ഓണേഴ്സിന് പ്രൈസുകളുണ്ട്. ഫസ്റ്റ് പ്രൈസ് നാളത്തെ സ്നോർക്കലിംഗ് ട്രിപ്പ് ഫ്രീ ആണ്. സെക്കൻഡ് പ്രൈസ് എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. തേർഡ് പ്രൈസ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റേസാണ് ഇനി നടക്കാൻ പോകുന്നത്. Set. Go. Go, go, go. Whistle, 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 whistle. Don't move closer, don't move closer. Closer, don't move closer. Whistle, whistle, whistle. I'm recording your dog, your pet. Listen, 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 listen. We need another one. We got the first one now. All right. Taking healthy to soaring new heights. Making a dinner that makes their whole day. And giving your best friend the best nutrients for their best life. Science.
അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുവാണ്. ഇനി നമുക്ക് 10:30ക്കാണ് ബോട്ട്. ഇപ്പോൾ 9:45. 10 മണിക്കാണ് ഇവിടുത്തെ ചെക്കൗട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് കൗണ്ടറിൽ പോയി കാശൊക്കെ അടച്ച് ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റിസോർട്ട്. കുറച്ച് സങ്കടമുണ്ട് ഇവിടുന്ന് പോകാൻ. നല്ല രസമുള്ള വ്യൂ ആണ്. എന്ത് ചെയ്യാനാ, തിരിച്ചു പോകണം. അപ്പോൾ ഇനി ഞാൻ റിസപ്ഷനിൽ പോയിട്ട് കാശൊക്കെ അടച്ച്, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടു രാവിലെ തന്നെ. കാശൊക്കെ അടയ്ക്കുന്ന വീഡിയോ പറ്റുവാണെങ്കിൽ എടുക്കാം. നടുവിൽ നമുക്ക് ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നാദിയ എയർപോർട്ടിൽ നിന്ന് 20 മിനിറ്റാണ് പോർട്ട് തന്നത്. അവിടെ നിന്നാണ് നമ്മൾ അവിടുത്തെ ഷിപ്പ് കയറിയാണ് നമ്മൾ ഈ ഐലൻഡിലോട്ട് വരുന്നത്. I'll come with you. Yeah. It was on the side. We saw it. We wanted to show you, but it went down very quickly. You're getting sharks out here. Sucks. You mostly. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറി. ക്യാപ്റ്റൻസ് ലോഞ്ച് ആണ് കേട്ടോ. അവിടെ ക്യാപ്റ്റനെ കാണിച്ചു തരാം ഞാൻ. ഇതാ നോക്കൂ, പുള്ളി അവിടെ നിന്ന് ഷിപ്പ് ഓടിക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം AC ഒക്കെ ഉണ്ട്. ഇതാണ് ഫിജിയുടെ ഫ്ലാഗ് കേട്ടോ. ബ്രിട്ടീഷിൽ നിന്നൊക്കെ ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഇപ്പോഴും അവരുടെ കൊടിയിലൊക്കെ ബ്രിട്ടൻ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ പോർട്ട് ധാനരു. നമ്മൾ പോർട്ട് ധാനരുവിലേക്കാണ് ഇപ്പം ചെന്നിറങ്ങുന്നത്. നമുക്ക് ഏത് ഐലൻഡിലേക്ക് പോകണമെങ്കിലും നമ്മൾ ഷിപ്പ് എടുക്കുന്നത് ഈ പോർട്ട് ധാനരുവിൽ നിന്നായിരിക്കും. പോർട്ട് ധാനരുവിൽ നിന്ന് ഇപ്പോൾ പോകുന്നത് എയർപോർട്ടിൻ്റെ അടുത്തേക്കുള്ളൊരു ഹോട്ടലിലേക്കാണ് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് നാളെ ഫിജിയിൽ. അപ്പോൾ നമ്മൾ കൺവീനിയൻസിന് വേണ്ടി എയർപോർട്ടിലേക്ക് നടന്നു പോകാനുള്ള ഡിസ്റ്റൻസിലുള്ള ഒരു ഹോട്ടലാണ് എടുത്തത്. ഒരു സാധാരണ ഹോട്ടലാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ തന്നെ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തി ആയി. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ ബൈ.